എന്തൊക്കെയാ അപ്പോൾ നമ്മുടെ പുതിയ ചാനലാണ് മൊമെൻറ്റ്സ് പയാഷ്. അപ്പോൾ ഞാൻ കുറ്റ്യാടികളുള്ളൊരു വീട്ടമ്മയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ ചാനലാണ്, എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. അതെങ്ങനെ തുടങ്ങുമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് DYFIയുടെ കുട്ടികൾ വന്നിട്ട് എന്താ പറയുക, മറ്റന്നാൾ പൊതിച്ചോറ് വേണമെന്ന് പറയുന്നത്. നമ്മളെല്ലാപ്പോഴും കൊടുക്കാറുണ്ട്, പക്ഷെ വീഡിയോ ഒന്നും എടുക്കാറില്ല. അപ്പോൾ ഇത്തവണ എൻ്റെ ചാനലിൻ്റെ എന്താ പറയുക ഫസ്റ്റ് വീഡിയോ അത്തരം ഒരു നല്ല കാര്യം ചെയ്തുകൊണ്ടാവുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എൻ്റെ പുതിയ ഈ ഒരു ചാനലിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ. അപ്പോൾ നമ്മൾ പയറും ക്യാരറ്റും ഉപ്പേരിയാണ് നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളത് ആദ്യം കഴുകി ക്ലീൻ ചെയ്ത് വെക്കുവാണ്. കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെച്ച് അതിലെ ചെളിയൊക്കെ പോകട്ടെ. നമ്മൾ അടുത്തത് നമ്മുടെ കട്ടിംഗ് ബോർഡാണ് ക്ലീൻ ചെയ്യുന്നത്. ഇതൊരു വുഡൻ കട്ടിംഗ് ബോർഡാണ് കേട്ടോ, നല്ല കട്ടിംഗ് ബോർഡാണ്. ഞാൻ കുറച്ചൊരു 1 ഇയറിന് മേലായിട്ടോ ഇത് ഉപയോഗിക്കുന്നത്. അടിപൊളി ക്വാളിറ്റിയുള്ള സാധനമാണിത്. ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രാവിലത്തേക്കുള്ള അരി കുതിർത്തില്ല എന്ന് ഓർമ്മ വന്നത്. അപ്പോൾ വേഗം ചൂടുവെള്ളം വെച്ചു കേട്ടോ, കാരണം ഇനി കുതിർക്കാൻ സമയമില്ല പച്ചവെള്ളത്തിൽ. അപ്പോൾ ചൂടുവെള്ളം വേഗം കഴുകി വൃത്തിയാക്കി അരിയിലേക്ക് ചൂടുവെള്ളം ഒഴിക്കുകയാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ അരി കുതിർന്ന് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളോട് മറന്നുപോയി നമുക്ക് ഇങ്ങനെ ചെയ്യാം. പിന്നെ മീൻ അയല മീനായിരുന്നു കേട്ടോ ഉദ്ദേശിച്ചിരുന്നത്, പക്ഷേ അയല മീൻ കിട്ടാനുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ മത്തി തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. മീൻ എന്തായാലും കൊടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ പിന്നെ മത്തി കിട്ടിയതുകൊണ്ട് മത്തി ഇതാ ക്ലീനാക്കി വെച്ചു കേട്ടോ, മാരിനേറ്റ് ചെയ്ത് വെച്ചു. എന്നാൽ പിന്നെ നമുക്ക് നന്നായിട്ട് മീനിൽ പിടിക്കുമല്ലോ. അത് കഴിഞ്ഞ് ഞാൻ കരുതി നമുക്ക് ചമ്മന്തി കൂടെ കൊടുക്കണമല്ലോ. അപ്പോൾ ചമ്മന്തിക്ക് ചെറിയുള്ളിയും കാന്താരി മുളകും ഒക്കെ ഇട്ട ചമ്മന്തിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഉള്ളി ക്ലീൻ ചെയ്യൽ എനിക്ക് വളരെ വലിയൊരു ടാസ്ക്കാണ്, കാരണം ഞാൻ പെട്ടെന്ന് എൻ്റെ കണ്ണിക്ക് ജലദോഷം വരിക അപ്പോൾ ഉള്ളി ക്ലീൻ ചെയ്താലും ഉള്ളി കട്ട് ചെയ്താലോ. ഇപ്പോൾ നമ്മുടെ പറമ്പിലുള്ള കാന്താരി പറിക്കാൻ പോവുകയാണേ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കാന്താരിയിൽ കുറേ ഉണ്ട്, ഒക്കെ പഴുത്ത് കിടക്കുവാണ്. ഞാൻ കുറച്ചായി പറിക്കുകയൊക്കെ ചെയ്തിട്ട്, കാരണം ഫുൾ ടൈം മഴയായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ പുറത്തൊന്നും ഇറങ്ങാൻ പറ്റാറില്ല. അതുകൊണ്ട് തന്നെ ഞാനിതൊന്നും നോക്കാറേ ഇല്ല, കാരണം നിറച്ച് പുല്ലൊക്കെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ ഇതാ നമ്മൾ ചമ്മന്തിക്ക് വേണ്ടി കുറച്ച് കാന്താരികൾ പറിക്കുവാണേ. ഒക്കെ പഴുത്തു, പച്ച ഒറ്റയില്ല, എല്ലാം പഴുത്ത് കിടക്കും. ഇനി നമുക്കിത് വിത്തിന് വെക്കണം കേട്ടോ ഉണങ്ങാൻ, കാരണം ഇനിയും നമുക്കിത് പാകാവുന്നതേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കാന്താരിയാണ്, നല്ല എരിവുള്ളതാണ്, കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇത്രയാണ് കേട്ടോ ഞാൻ പറിച്ചത്. ഇത് തന്നെ ധാരാളമാണ്, ഇതിന് നല്ല എരിവുണ്ടാവും. പിന്നെ നമ്മൾ കറിവേപ്പിലയാണ് കേട്ടോ പറിക്കുന്നത്. കറിവേപ്പിലയും പറമ്പിൽ കുറേ ചെറുതൊക്കെ ഉണ്ട്, പക്ഷെ അത് പറിക്കാനായിട്ടില്ല. അപ്പോൾ ഇതാണ് കുറച്ചൊരു വലുപ്പമുള്ള ചെടി, ഇതാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് നമുക്ക് കറിക്കും ഉപ്പേരിക്കൊക്കെ വേണമല്ലോ. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ കുറച്ച് പറിച്ചെടുത്തു കേട്ടോ കറിവേപ്പില. കുറച്ചേ പറിച്ചുള്ളൂ, ഇനി അധികം പറിച്ചാൽ ഇത് നശിച്ചു പോകും. അപ്പോൾ ഇതാ കുറച്ച് മാത്രം പറിച്ച് നമ്മൾ അകത്ത് കീറി കേട്ടോ. ഉപ്പേരികളെല്ലാം റെഡിയായിട്ടോ. പച്ചമുളക് ഞാൻ ഒന്നേ എടുത്തുള്ളൂ കേട്ടോ, കാരണം ഇത് നല്ല എരിവുള്ള കടയിൽ നിന്ന് മേടിച്ചതാണെങ്കിലും നല്ല എരിവാണ്. ഹോസ്പിറ്റൽ രോഗങ്ങളൊക്കെ ആയിട്ട് വന്നവരായിരിക്കില്ല, അപ്പോൾ അത് ഈ എരിവ് വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒറ്റൊരു പച്ചമുളക് മാത്രം ഉപ്പേരിയിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ഉപ്പേരിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി കേട്ടോ. ഇനി നമുക്ക് പയർ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കും കൂടെ വേണ്ടത് ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഞാൻ കുറച്ചധികം പയറെടുത്തിട്ടുണ്ടേ. അപ്പോൾ ആ പയറും കൂടെ കട്ട് ചെയ്ത് വെച്ചാൽ നമ്മുടെ ഉപ്പേരിയുടെ കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ആയിട്ടോ. അപ്പോൾ അത് വളരെ സ്ലോ ആയിട്ടേ ഞാൻ ചെയ്യുള്ളൂ, സ്പീഡിൽ ചെയ്യാറേ ഇല്ല കേട്ടോ. ഇനി നമുക്ക് കറി വെക്കുന്നത് വെള്ളരിയാണ്, മോരൊഴിച്ച വെള്ളരിക്കറിയാണ് ഞാൻ ഉണ്ടാക്കാനും തീരുമാനിച്ചത്. നമുക്കിനി വെള്ളരി കട്ട് ചെയ്ത് ക്ലീൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുക്കിംഗ് അത്ര എല്ലാ ദിവസവും ചെയ്യാറുണ്ടെങ്കിലും ഞാൻ ഇപ്പോഴും കുക്കിങ്ങിൽ ഒട്ടും എക്സ്പേർട്ടല്ല. നമ്മൾ പറയും എല്ലാ ദിവസവും ഒരു കാര്യം ചെയ്താൽ നമ്മളതിൽ എക്സ്പേർട്ടാവുമെന്ന് പറയും, പക്ഷെ നമുക്ക് എന്താ പറയുക ഇൻബോണായിട്ടൊരു ടാലൻറ്റ് ഉണ്ടാവുമല്ലോ കുക്ക് ചെയ്യാൻ. എനിക്കതില്ല, എനിക്ക് നല്ല സ്ഥലമായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മോളും ഞാനും ഹസ്ബൻഡൊക്കെ ഭക്ഷണം കഴിച്ചില്ലേ ചത്തുപോകുമല്ലോ, അതുകൊണ്ട് മാത്രം കുക്ക് ചെയ്യണേ. അപ്പോൾ വെള്ളരിയും ക്ലീൻ ചെയ്തു, തോലൊക്കെ പീൽ ചെയ്ത് കളഞ്ഞു കേട്ടോ. പിന്നെ നമുക്ക് നെക്സ്റ്റ് ആയിട്ട് വെള്ളരി കാട്ടി. ഇതിൽ കുറച്ച്
ഒരു കറുത്ത എന്തോ ഒരു കുത്തുണ്ടേ. അപ്പം നമ്മളത് കട്ട് ചെയ്ത് കളയുവാണേ. അപ്പം ഇത്തരം കാര്യങ്ങളിലൊക്കെ ഞാൻ കുറച്ച് കോൺഷ്യസ് ആണ്. ഇതുപോലെ എന്തെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എടുക്കാറില്ല. അപ്പം അതൊക്കെ കളഞ്ഞു. ഇനി നമുക്ക് വെള്ളരിയും നല്ല ക്യൂബായിട്ട് കട്ട് ചെയ്തെടുക്കാം. കുറച്ച് വലുതായിട്ട് കറിയാണല്ലോ, അപ്പോൾ കുറച്ച് മൊത്തമായിട്ട് വെന്ത് പോയാൽ കറിക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് വലിയ ക്യൂബ്സായിട്ടാണ് കട്ട് ചെയ്യുന്നത്. വെള്ളരിയുടെ പച്ചടി വെക്കാറുണ്ട് കേട്ടോ. ഞാൻ പച്ചടി വെക്കണം എന്നൊക്കെ കരുതിയിരുന്നു, പക്ഷെ അതിനുള്ള ടൈമില്ല. രാവിലെ മോള് സ്കൂളിൽ വിടണം, അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഇതും വെക്കണം. അപ്പോൾ എനിക്കത് രണ്ടും കൂടെ എന്താ പറയുക ബുദ്ധിമുട്ടാണ്. ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമുക്കിതൊക്കെ നമുക്ക് ഇനി ഫ്രിഡ്ജിലെടുത്ത് വെക്കണം കേട്ടോ. ഉപ്പേരിയും ഈ കറിയുടെ ഒക്കെ നമുക്ക് പിന്നെ മീനും ഒക്കെ നമുക്കെടുത്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. രാവിലെ ആയിട്ടോ, പിറ്റേന്ന് രാവിലെ ആയി. ഇത് 4:30 സമയം. അപ്പുറത്തൊന്നും എണീറ്റില്ല കേട്ടോ. അവർക്ക് ചോറ് കൊടുക്കണ്ടേ ആവോ എനിക്കറിയില്ല. അപ്പോൾ അടുപ്പൊക്കെ നമ്മൾ ക്ലീൻ ചെയ്ത് കേട്ടോ. അടുപ്പൊന്നും നോക്കണ്ട കേട്ടോ, കാരണം പൊളിഞ്ഞ് കിടക്കുവാണ്. പുതിയ അടുപ്പിലേക്ക് മാറണം. പക്ഷെ ഇപ്പോൾ തൽക്കാലം കുറച്ച് ദിവസം കൂടി ഈ അടുപ്പോടും. അതുകൊണ്ട് നമ്മൾ വെള്ളം വെച്ചിട്ടോ. നമ്മൾ മൺകലത്തിലാണ് ചോറും ഒക്കെ വെക്കാറ്. അപ്പോൾ ഇത് നമ്മൾ പൊന്നിയരിയാണ്. നമ്മൾ സാധാരണ ഇവിടെ റേഷനാണ് വെക്കാറ്, പക്ഷെ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ പൊന്നിയരിയാണ് വെക്കുന്നത്. അപ്പോൾ പൊന്നിയരി നല്ലതായിട്ട് കഴുകിയിട്ട് പൊന്നിയരി നമ്മൾ തിളച്ച വെള്ളത്തിലേക്ക്, തിളക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയും എന്താ പറയുക, വെയിറ്റ് ചെയ്താൽ നമുക്ക് ടൈം ലേറ്റ് ആകും. അപ്പോൾ ഞാൻ വേഗം തന്നെ അരി ഇടുവാണ്. അരിയിട്ടു. തീ നന്നായിട്ട് കത്തുന്നുണ്ട് തീയും. അപ്പോൾ നമ്മളൊന്ന് ഇളക്കി കൊടുത്തു ഒരു സ്പൂണ് കൊണ്ട്. ഇല്ലെങ്കിൽ അടിയിൽ പിടിക്കും എന്ന് പറയും നമ്മൾ ആക്കിയില്ലെങ്കിൽ. അപ്പം നന്നായിട്ട് തീ അടുപ്പിൽ കത്തിച്ചു കേട്ടോ. ഇല്ലെങ്കിൽ ഇതിൽ തീ പെട്ടെന്ന് അടച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ കറിവേപ്പില ഇട്ടില്ല എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ വേഗം കുറച്ച് കറിവേപ്പില ഇട്ടു. പിന്നെ നമുക്ക് രാവിലത്തെ ചായക്ക് ദോശയാണ്, അരിയുടെ ദോശയാണ്, വേറെ അരി മാത്രം. പിന്നെ തേങ്ങ ചിരവി ഇട്ടു. അപ്പോഴത്തേക്ക് നമ്മുടെ ചോറൊക്കെ റെഡി ആയിട്ടോ. ചോറ്, ഓംലെറ്റ്, ചമ്മന്തി, വെള്ളരി മോരൊഴിച്ച കറി, ഉപ്പേരി, വറുത്ത മീൻ, ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പൊതി കെട്ടുന്നത്. എനിക്ക് പൊതി കെട്ടാൻ അറിയില്ല. അപ്പോൾ ഹസ്ബൻഡ് പൊതി കെട്ടുവാണേ. ചോറ് ഞാൻ കുറച്ചധികം വെക്കാൻ പറഞ്ഞു. കാരണം നമ്മളൊരു പൊതിച്ചോറ് എന്ന് പറയുമ്പോൾ ഞാനൊരു പൊതിച്ചോറ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. ഞാൻ ഷെയർ ചെയ്താണ് കഴിക്കുക. കാരണം പൊതിച്ചോറിലെ ചോറ് 2 പേർക്ക് കഴിക്കാനുണ്ടാവും. അപ്പോൾ മുട്ട വെച്ചു, ചമ്മന്തി വെച്ചു. ചമ്മന്തി മൊത്തമായിട്ടിടുമ്പോൾ ഞാൻ പറഞ്ഞല്ല, നമുക്ക് ഉണ്ടയാക്കിയിട്ടിടാന്ന് പറഞ്ഞിട്ട് ഉണ്ടയാക്കിട്ടോ. അത് കഴിഞ്ഞ് ഉപ്പേരി കുറച്ചധികം വിളമ്പിക്കൊള്ളാൻ പറഞ്ഞു കേട്ടോ ഞാൻ. അപ്പോൾ ഉപ്പേരി വെച്ചു. ഇനി മീൻ വെക്കണം. അച്ചാറാണ് കേട്ടോ എടുത്തത്. അച്ചാറ് വിളമ്പി. അപ്പോൾ പൊതി കെട്ടുവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പൊതിച്ചോറിൻ്റെ പണി ഇവിടെ കഴിഞ്ഞു കേട്ടോ.